തൃക്കരിപ്പൂർ ബേരിച്ചേരി ചെറിയച്ചാൽ എന്ന ബർമാ തോടിന്റെ കര സംരക്ഷണ പ്രവർത്തനം പൂർത്തീകരിച്ചു. എം രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. തൃക്കരിപ്പൂർ ബേരിച്ചേരി ചെറിയച്ചാൽ എന്ന ബർമാ തോടിന്റെ കര സംരക്ഷണ പ്രവർത്തനം പൂർത്തീകരിച്ചു. എം രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത്. ബർമാ തോടിന്റെ കര സംരക്ഷണത്തിനായാണ് എം രാജഗോപാലൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ ചിലവിട്ട് അരിക് കെട്ടുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ബീരിച്ചേരി ജുമാ മസ്ജിദിന് സമീപം നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ മണ്ഡലത്തെ എല്ലാ PHCകളും FHC ആയി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഴുവനും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ ഒരു മണ്ഡലമാണ് നമ്മുടെ മണ്ഡലം. അതിലെല്ലാ സർക്കാർ ആശുപത്രികൾക്കും എല്ലാ സർക്കാർ വിദ്യാലയങ്ങൾക്കും മതിയായ കെട്ടിട സൗകര്യം ഉറപ്പുവരുത്തി. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിന് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ഈ കാലയളവിൽ ഏറ്റെടുത്തത്. LP സ്കൂൾ, കൂലേരി LP സ്കൂൾ വരെ സ്കൂൾ, അത് 1.25 കോടിയാൻ വേണ്ടിയാണ്. അങ്ങനെ LP സ്കൂളിന് പറയാം. അതുപോലെ തൃക്കരിപ്പൂർ കായിക മേഖലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സ്റ്റേഡിയമാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി തുറന്നു കൊടുത്തത്. 30 കോടിയിലധികം രൂപ, 31 കോടിയിലധികം രൂപ വരുന്ന വലിയ പ്രോജക്റ്റാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം MB സുലൈഖ അധ്യക്ഷത വഹിച്ചു. മൈനർ ഇറിഗേഷൻ കാഞ്ഞങ്ങാട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫെമി മരിയ തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃക്കരിപ്പൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ CK പ്രിയേഷ് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.